إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. തിരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും അവസാനിച്ചു. ഇപ്പോൾ ശക്തമായ വേനൽ ചൂടും വിയർപ്പിന്റെ ചൂരുമാണ് ഉള്ളത്. വളരെ വലിയ പാഠങ്ങൾ അല്ലാഹു തആല ഈ പ്രകൃതി പ്രതിഭാസത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചൂടും ആ ചൂട് ശരീരത്തിലേറ്റുണ്ടാകുന്ന വിയർപ്പും രണ്ടും അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. മനുഷ്യന്റെ നിസ്സഹായതയെ ബോധ്യപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളാണത്. മനുഷ്യൻ എത്ര തന്നെ പുരോഗതി പ്രാപിച്ചാലും ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ എത്ര പുരോഗതി നേടിയാലും, എത്ര വലിയ സാമ്പത്തിക ശക്തിയായി ഓരോ രാജ്യങ്ങളും ആ രാജ്യങ്ങളിലെ ജനങ്ങളും മാറിയാലും ശരി, ചില ചെറിയ കാര്യങ്ങളിൽ മനുഷ്യൻ നിസ്സഹായനാകും, ദുർബലനാകും, കഴിവുകെട്ടവനായി മാറും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അവന്റെ അസ്തിത്വത്തെയും അവന്റെ കഴിവിനെയും കുറിച്ചുള്ള പാഠവും ചിന്തയും നൽകുന്നതിന് വേണ്ടിയാണ്. ഒരു പുരോഗതിക്കും കീഴടക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. മനുഷ്യനെ സഹായിക്കാൻ ഒരു ശക്തി ആവശ്യമാണ് എന്ന് അവനെ അറിയിക്കുന്നതിന് വേണ്ടിയുമാണ്. എക്കാലഘട്ടത്തിലും ഏത് കാലത്തും വെയിലും ചൂടും മാത്രമുള്ള മരുഭൂമി പ്രദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ
ഭയങ്കരമായ മഴയും പ്രളയവുമാണ് സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലുമൊക്കെ നമ്മൾ കേട്ടത്. ഇവിടെ ചൂടുകൊണ്ട്, ശക്തമായ ചൂടുകൊണ്ട് ഇന്നലെ നമ്മുടെ നാട്ടിൽ അവധി പ്രഖ്യാപിച്ചു. UAE-യിലും ഇന്നലെ അവധി പ്രഖ്യാപിച്ചത് ശക്തമായ മഴ കാരണമായിരുന്നു. സഹോദരങ്ങളെ, ആകാശത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്നത് റബ്ബാണ്. കാലാവസ്ഥകളുടെ നാഥൻ അല്ലാഹുവാണ്. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ചുറ്റുപാടിനെയും കാലാവസ്ഥയെയും തണുപ്പാഗ്രഹിക്കുമ്പോൾ തണുപ്പും ചൂടാഗ്രഹിക്കുമ്പോൾ ചൂടും കൊണ്ടുവരാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഇനി മനുഷ്യൻ തണുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങൾ കരണ്ട് പോയാൽ അത് ഉപയോഗശൂന്യമായി. മനുഷ്യൻ ഉണ്ടാക്കുന്ന ഏത് താൽക്കാലിക ഉപകരണങ്ങളും പ്രയോജനപ്പെടാത്ത അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായി, മഴയെ ശപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വെയിലിനെയും ശപിക്കാൻ പാടില്ല. വെയിലിനെയും ചൂടിനെയും ശപിക്കരുത്. ഓ, എന്തൊരു ചൂടാണ്, ഇതൊരു നാശം കെട്ട ചൂട് എന്നൊരിക്കലും ചൂടിനെ ശപിച്ചുകൊണ്ട് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നഹു മൻ ലഅന ശൈഅൻ ലൈസ ലഹു ബിഅഹ്ലിൻ റജഅത്തിൽ ലഅനതു അലൈഹി. അങ്ങനെ ശപിക്കുമ്പോൾ ആ ശാപം അവനിലേക്ക് തിരിച്ചു വരും, ശപിച്ചവനിലേക്ക് തിരിച്ചു വരും. ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ പറയാറുണ്ട്, ചൂടും ചുക്കാന്തിയും എന്നൊരു പ്രയോഗം നാട്ടും പ്രദേശത്തുണ്ട്. ചൂടും ചുക്കാന്തിയും. ചുക്കാന്തി എന്ന് പറഞ്ഞൊരു വാക്ക് മലയാളത്തിലില്ല, അതൊരു പ്രാദേശിക ഭാഷയാണ്. ശുഷ്കാന്തി എന്ന് നമ്മൾ പറയല്ലോ സാധാരണ. ആ വാക്കാണ് ഈ ചുക്കാന്തിയായിട്ട് മാറിയത്. ശുഷ്കാന്തി എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യം, അതിനൊരു ആവേശം, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അഭിനിവേശം, ഇതിനൊക്കെയാണ് സാധാരണ നമ്മളത് പറയാറുള്ളത്. ഇപ്പൊ ചൂടില്ല എന്ന് പറഞ്ഞ് തണുപ്പനാണ് ആളെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടൊന്നും പറ്റൂല എന്നാണ് സാധാരണ. ആളൊരു തണുപ്പനാന്ന് പറഞ്ഞാൽ ഒരു ഉഷാറില്ലാത്തവനാണെന്നാണ്. ആളൊരു ചൂടനാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്നു പോവുകയും ചെയ്യും. ചൂട് ഈ ഭാഷകളൊക്കെ പോലെ തന്നെ, ഈ പ്രയോഗങ്ങളൊക്കെ പോലെ തന്നെ ചില വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എന്നതാണ്. 3 തരം ചൂട് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചൂട് ഇവിടെ ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ 35, 38, 40 ഡിഗ്രി ചൂടൊന്നുമല്ല. അതിന്റെ വേവലാതിയും ആവലാതിയും അത് സഹിക്കാൻ കഴിയാത്തതിന്റെ പ്രയാസങ്ങളും അതുണ്ടാക്കുന്ന ശരീരത്തിന്റെ ചർമ്മങ്ങളിലെ ചെറിയ ഉണലുകളൊന്നുമല്ല. അതല്ലാത്ത 3 ചൂടിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ 3 ചൂട് ഓർക്കാനുള്ള, ആ 3 ചൂടിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു ഈ വേനൽ ചൂടിനെയും നമ്മുടെ ശരീരത്തിലെ ഈ പുകച്ചിലും ഈ ചൂടും വേർപ്പൊക്കെ വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദശ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാ ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. ചൂടുകാലത്ത് നിസ്കാരം ഒന്ന് തണുപ്പിക്കാം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ AC വെക്കാന്നൊന്നല്ല പറഞ്ഞ കേട്ടോ. നിസ്കാരം തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനകളൊക്കെ ചൂടുകാലത്തൊന്ന് ലളിതമാക്കുക. അതോടൊപ്പം നല്ല ഉച്ച സമയത്തുള്ള നമസ്കാരങ്ങളൊക്കെ ഉച്ച സമയത്തുണ്ടെങ്കിൽ കുറച്ചൊന്ന് പിന്തിപ്പിക്കുക. അതൊക്കെയാണ് ഈ ഹദീസിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് റസൂലുള്ളാഹി പറയാണ്, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. അത് നരകത്തിന്റെ ആവിയാണ് ദുനിയാവിലെ ഈ ചൂട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചൂടും തണുപ്പും നരകത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഹമീമൻ വഗസ്സാഖ. കഠിനമായ ചൂടും കഠിനമായ രക്തം കട്ടിയാകി പോകുന്ന സഹിക്കാൻ കഴിയാത്ത തണുപ്പും അത് നരകത്തെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. നബി റസൂലുള്ളാഹി പറയാണ്, ഈ ചൂട് തണുപ്പും സഹിക്കാൻ കഴിയാത്ത തണുപ്പും സഹിക്കാൻ പറ്റാത്ത ചൂടും നരകത്തിന്റെ 2 നിശ്വാസങ്ങളാണെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്.
ഇദഷ്തക്കത്തിന്നാറു ഇലാ റബ്ബിക, നരകം തന്നെ റബ്ബിനോട് ആവലാതി പറഞ്ഞു. ഫഖാലത് റബ്ബി അകല ബഅലി ബഅല, എന്റെ ഒരു ഭാഗം എന്റെ മറ്റൊരു ഭാഗത്തെ തിന്നുകളയാണ്. നരകത്തിന്റെ ആവലാതിയാണ്. ഫഅദിന ലഹു ബിനഫസൈനി, അപ്പൊ അള്ളാഹു അതിന് അനുമതി കൊടുത്തു, 2 നിശ്വാസമിടാൻ അനുവാദം കൊടുത്തു. 2 നിശ്വാസമിടാൻ നരകത്തിന്. അത് ഒന്ന് നഫസിൻ ഫിശ്ശതാ വനഫസിൻ ഫിസ്സൈഫ്, ഒന്ന് നല്ല തണുത്ത കാലത്തും ഒന്ന് നല്ല ചൂടുള്ള കാലത്തുമാണ് ആ നരകത്തിന്റെ 2 നിശ്വാസങ്ങൾ. അതാണ് തണുപ്പും ചൂടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫഅശദ്ദ മാ തജിദൂന ഫിൽ ഹർരി വഅശദ്ദു മാ തജിദൂന ഫിൽ ഹർരി വഅശദ്ദു മാ തജിദൂന മിനസ് സംഹരീർ. സംഹരീർ ശക്തമായ തണുപ്പാണ്, ശക്തമായ ചൂടും നിങ്ങൾ അനുഭവിക്കുന്ന ആ കാഠിന്യം നരകത്തിന്റെ 2 നിശ്വാസങ്ങളാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ ചൂടും പുകയൊക്കെ എടുക്കുമ്പോൾ, വിയർപ്പൊക്കെ ഒലിക്കുമ്പോൾ നരകത്തെക്കുറിച്ച് ഓർക്കാനാണ്. അതാണ് വലിയ പാഠമാക്കി അള്ളാഹു വെച്ചിട്ടുള്ളത്. മുത്തഖീന ഫിഹാ അലൽ അറായികി ലാ യറൗന ഫിഹാ ശംസൻ വലാ സംഹരീര വദാനിയതൻ അലൈഹിം ദിലാലുഹാ. സൂറത്ത് ഇൻസാൻ അള്ളാഹ് പറയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയ ആളുകൾ ആ സോഫകളിൽ ചാരിയിരിക്കും. ലാ യറൗന ഫിഹാ ശംസൻ വലാ സംഹരീറ, അവിടെ വെയിലോ ആ വെയിലിന്റെ ചൂടോ തണുപ്പോ ശക്തമായ തണുപ്പോ വലാ സംഹരീറ അവരനുഭവിക്കുകയില്ല. വദാനിയതൻ അലൈഹിം ദിലാലുഹ, അതിന്റെ തണലുകൾ അവരുടെ അടുത്ത് നിൽക്കും എന്നാണ്. സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഭൂമിക്കടിയിൽ പലരുമുണ്ട്. ഭൂമിക്ക് മുകളിൽ ചൂടാണ്, ഭൂമിക്കടിയിൽ കുറെ ആളുകളുണ്ട്. അത് ഖബറാണ്. 3 ചൂടിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ പഠിക്കുക, 3 ചൂടുകളെ കുറിച്ച് പറഞ്ഞപ്പം അതിൽ ഒന്ന് ഖബറിന്റെ ചൂടാണ്. മരണം എന്ന് പറഞ്ഞാല് ശരീരത്തിന്റെ ജീവൻ പോയതാണ്, ആത്മാവ് മരിച്ചിട്ടില്ല. ആത്മാവ് മരിച്ചിട്ടില്ല. മരിച്ച ഒരാൾ ആത്മാവും പോയിട്ട് മരിച്ചിട്ടില്ല. അള്ളാഹു ആത്മാവിനെ ഊരിയെടുത്തതാണ്, അള്ളാഹു കൊണ്ടുപോയതാണ്. വേദന അനുഭവിക്കുന്നുണ്ട്, നമ്മൾ കരയുന്നുണ്ട്, നമുക്ക് സങ്കടം വരും, വേദനിക്കും. എന്തുകൊണ്ടാ? ആത്മാവുള്ളതുകൊണ്ടാ. ആത്മാവുള്ളതുകൊണ്ടാണ്. ആത്മാവ് പോയാൽ പിന്നെ ഒന്നും അറിയില്ല, ശരീരത്തൊന്നും അറിയണില്ല, പിന്നൊക്കെ ആത്മാവിനാ. ആത്മാവുള്ളത് കൊണ്ടാണ് നമുക്ക് വേദനിച്ചതും നമ്മൾ സങ്കടപ്പെട്ടതൊക്കെ. ഉമ്മ ജീവിച്ചിരിക്കണ കാലത്ത് മകള് വീട്ടിലേക്ക് വന്നു. മകള് വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു, കുറെ സങ്കടങ്ങൾ പറഞ്ഞു. ഉമ്മ കൂടെ കരഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞ് ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ച വിവരം അറിയിച്ചപ്പം മകൾ ഓടി വന്നു. ഉമ്മാന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. പക്ഷെ ഉമ്മ കരഞ്ഞില്ല. ഉമ്മാന്റെ കണ്ണിന്ന് കണ്ണീര് വന്നില്ല. എന്താ കരയാതിരിക്കാൻ കാരണം? ആത്മാവില്ല. ഉമ്മ കരഞ്ഞത് ആത്മാവുള്ളതുകൊണ്ടാ. ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് മകള് സങ്കടം പറഞ്ഞ് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ ഉമ്മ കരഞ്ഞത് ജീവനുള്ളതുകൊണ്ടാ, ആത്മാവുള്ളതുകൊണ്ടാ. ആത്മാവ് പോയപ്പോ ജീവൻ പോയി. ആത്മാവ് മരിച്ചിട്ടില്ല. നമ്മളെ കൂട്ടത്തിൽ മരിച്ചു പോയവരുടെ ആത്മാവുണ്ട്. അത് വേദന അറിയും, അത് സങ്കടപ്പെടും, അത് കരയും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയുനാദി മുനാദിൻ ഫിസ് സമാഇ അൻ കദിബ. ഖബറിലെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവന് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ മലക്കൾ വിളിച്ചു പറയും, ഫഅഫിരിശൂഹു മിനന്നാർ, തീ കൊണ്ടവനെ പുതപ്പിക്കുക. വഅൽബിസൂഹു മിനന്നാർ, നരകത്തിന്റെ വസ്ത്രം അവളെ അണിയിക്കുക. വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്കൊരു വാതിൽ അവന് തുറന്നു കൊടുക്കുക. നരകത്തീയുടെ വസ്ത്രം അണിയിക്കാൻ, നരകത്തീയുടെ പുതപ്പ് പുതപ്പിക്കാൻ. ചൂടെടുക്കുമ്പോ പുതപ്പ് നമ്മൾ വലിച്ചെറിയും. ചൂടുള്ള കാലത്ത് നമ്മൾ നേരിയ വസ്ത്രങ്ങൾ ധരിക്കും. ഖബറിൽ അള്ളാന്റെ കൽപ്പനയാണ്, അഗ്നിയുടെ പുതപ്പ് പുതപ്പിക്കുക, അഗ്നിയുടെ വസ്ത്രം ധരിപ്പിക്കുക. നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയാത്ത ഖബറിലെ ചൂട്, ആ ഖബറിലെ ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും, മരിച്ചതിന് ശേഷമുള്ള ചൂടും പുകയൊന്നുമല്ല, ഇവിടുന്ന് ഈ ചൂടും പുകയൊക്കെ ആശ്വാസം കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്ന പല ആൾക്കാരും പറയാ. അത് ഈമാനില്ലാത്ത പറച്ചില, ഈമാനില്ലാത്ത ചിന്തയാണ്.
കാരണം ഇവിടെ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ ഒക്കെ ആളുകളെമ്പാടുണ്ടാവും. അതിന് മാർഗങ്ങളും നമുക്കുണ്ടാകും. പക്ഷേ മരണത്തിന് ശേഷം അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തേണ്ടത്, അതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ഖബറിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഖുർആൻ പാരായണം. ജീവിച്ചിരിക്കുമ്പോൾ ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക. റസൂൽ പറയാണ്, യുഗ്തർ റജുൽ ഫീ ഖബരിഹി, ഒരു മനുഷ്യനെ ഖബറിൽ വെക്കപ്പെട്ടു. ഫഇദാ ഊതിയ മിൻ ഖിബലി റഅസിഹി ദഫഅതുഹു തിലാവത്തുൽ ഖുർആൻ, അവന്റെ തലയുടെ ഭാഗത്ത് കൂടി വരുന്ന ശിക്ഷയെ അവന്റെ ഖുർആൻ പാരായണം, ഖുർആൻ പഠനം തടയും എന്നാണ്. ഖബറിലെ ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടാൻ ഖുർആൻ പഠിക്കുക, ഖുർആൻ ഓതുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം റസൂൽ പറഞ്ഞു, സദഖ കൊടുക്കുക. ഇന്ന സ്വദഖത ലതുത്ഫിഉ അലാ അഹ്ലിഹാ ഹർറൽ ഖുബൂർ, നരകത്തിന്റെ ചൂടിൽ നിന്ന് ആ സ്വദഖ കൊടുത്ത ആളുകളെ തടയും, ആ ചൂട് കെടുത്തിക്കളയും. ഫഇന്നമാ യസ്തളില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി ഫീ ളില്ലി സദഖതിഹി, ദാനധർമ്മം, സ്വദഖ, അത് മുഅ്മിനായ മനുഷ്യന് തണലായി മാറും ഖിയാമത്ത് നാളിൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഖബറിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇപ്പൊ 3 തരം ചൂടുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ഖബറിലെ ചൂട്, രണ്ടാമത്തെ ചൂട് മഹ്ശറയിലെ ചൂടാണ്. മഹ്ശറയിലെ ചൂട്, ഈ ചൂട് ഓർമ്മപ്പെടുന്നത് മഹ്ശറയിലെ മനുഷ്യന്മാർ ഒരുമിച്ച് കൂട്ടപ്പെടും. ഫയകൂനുന്നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖ്, അവരവരുടെ അമലിനനുസരിച്ച് വയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നതാണ്. അറക്കെന്ന് പറഞ്ഞ വിയർപ്പ. ഈ സൂര്യന്റെ വെയില്, സൂര്യന്റെ ചൂട്, ഇതൊക്കെ സത്യാണ് എങ്കിൽ പരലോകം മഹ്ശറൊക്കെ സത്യ. റസൂൽ പറയാണ്, മഹ്ശറയിൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ അവന്റെ അമലിന്റെ കണക്കനുസരിച്ചാണ് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുക. വിയർത്തിങ്ങനെ ഒലിക്കുകയാണ്. ഇങ്ങനെ റസൂൽ സുദീർഘമായ ഹദീസിൽ പറയാ, അതിൽ ചില ആളുകൾ നെരിയാണി വരെ വിയർപ്പുണ്ടാകും, മറ്റു ചില ആളുകൾ മുട്ടുവരെ വിയർത്തിരിക്കും, ചില ആളുകൾക്ക് കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഭൂമിയോട് അടുത്ത് വരികയാണ് സൂര്യൻ എന്നാണ്. അതുകൊണ്ടാണ് ചൂട് വർദ്ധിക്കുന്നതെന്നാ. അങ്ങനെ അടുത്ത് വരും, മഹ്ശറയിലെത്തും. സൂര്യന്റെ നാഥൻ, സൂര്യനെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബ് നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അവിടെ മഹ്ശറയിൽ തണുപ്പ് കിട്ടും, തണല് കിട്ടും, ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടും 7 വിഭാഗത്തിന്. ഖബറിൽ ചൂടിൽ നിന്ന് ആശ്വാസം കൊട്ട് 2 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. ഖുർആൻ ഓതുക, സദഖ ചെയ്യുക. മഹ്ശറയിൽ ഈ വിയർപ്പിൽ നിന്ന് തണലിലേക്ക് ആശ്വാസം കിട്ടും, തണുപ്പ് കിട്ടും. അത് അർശിന്റെ തണലായിരിക്കും. അത് 7 വിഭാഗത്തിനാണ്. ഒന്ന്, ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല, ഒരു ചെറുപ്പക്കാരൻ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് വളരുന്ന ചെറുപ്പക്കാരൻ. വയസ്സായിട്ടാ പല ആൾക്കാർ ഇബാദത്ത് തുടങ്ങല്, അതല്ല. ഒരു ചെറുപ്പക്കാരൻ, ഷബാബ്, ഒരു ഷാബ്, വഷാബുൻ, ഒരു ചെറുപ്പക്കാരൻ, യുവാവ്. 40 വയസ്സിന്റെ തായോട്ടാണ്, 18 മുതൽ 40 വരെ, അതാണ് യുവാവ്. അതിനിടയിൽ അക്കാലഘട്ടത്തിൽ അവൻ ഒരുപാട് ഇബാദത്ത് ചെയ്തു, ആ ഇബാദത്തിൽ വളർന്നു. അവനെ ചെറുപ്പക്കാരന് മറ്റു പലതുമാണ് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ, അതിലേക്ക് പോകാതെ ഇബാദത്ത് ചെയ്തു. രണ്ടാമത്തത് വറജുലുൻ മുഅല്ലഖുൻ ഫിൽ മസാജിദ്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയായിട്ടാണ് അവന്റെ ഹൃദയത്തിന് ബന്ധമുള്ളത്. 2 സ്ഥലമാണ്, ഒന്ന് അങ്ങാടി, ഒന്ന് പള്ളി. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് പള്ളി, അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് അങ്ങാടി. അങ്ങാടിയിലല്ല കൂടുതൽ സമയം കാണാം. വെറുതെ എങ്ങനെ അങ്ങാടി റോഡ് സൈഡിലും വെറുതെ വർത്തമാനം പറയല്ല. ഒഴിവുള്ള സമയം ഉണ്ടെങ്കിൽ പള്ളിയിലുണ്ടാകും. പള്ളിയിൽ ഒന്നുണ്ടാക്കി കയറി നിസ്കരിച്ച് അവിടെ നിന്ന് ഓതുണ്ടാവും. അങ്ങനെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടവൻ, അവന് മഹ്ശറയിൽ തണുപ്പ് കിട്ടും, തണല് കിട്ടും. റജുലാനി തഹബ്ബാ ഫില്ലാഹി വജിതമാ, 2 ചെറുപ്പക്കാർ, 2 സ്നേഹിതന്മാര്, അള്ളാഹിന്റെ മാർഗത്തിൽ അവർ സ്നേഹിതന്മാരായി. അങ്ങനെ അവർ ജീവിച്ചു മരിച്ചുപോയി. 2 ആൾക്കാർ. അവരുടെ കൂട്ടുകെട്ടൊക്കെ ചീത്ത കാര്യത്തിനല്ല, വേണ്ടാത്ത കാര്യത്തിലുള്ള കൂട്ടുകെട്ടല്ല, മറിച്ച് അവരുടെ കൂട്ടുകെട്ട് അള്ളാഹിന്റെ ഇഷ്ടത്തിലാണ്, അള്ളാഹിന്റെ മാർഗത്തിലാണ് അവർ കൂട്ടുകൂടിയത്. അങ്ങനെ മരിച്ചുപോയ 2 സ്നേഹിതന്മാര്. മൂന്നാമത്തേത്, അടുത്തത് വറജുലൻ തലബതുഹു ഇംറഅതു ദാതു മൻസിബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ജീവിതത്തിൽ അള്ളാഹിനെ പേടി ഇല്ലാതാണ് ചില സമയമുണ്ട്. എന്നാൽ ആ സമയത്ത് ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാര്, ചില ആൾക്കാര് ഇന്നി അഖാഫുല്ലാഹ്, അള്ളാഹിനെ പേടിയാണ്. റസൂൽ പറയാണ്, വിളിച്ചത് വ്യഭിചാരത്തിനാണ്, വിളിച്ച പെണ്ണ് സുന്ദരിയാണ്, നല്ല തറവാടിയായ പെണ്ണാണ്, നല്ല സുന്ദരിയായ പെണ്ണാണ്. ദാത്തി മൻസിബിൻ വജമാൽ, ആരുമില്ല, സാഹചര്യങ്ങളൊക്കെ ഒത്തിട്ടുണ്ട്. പക്ഷേ
ഏത് സമയത്തും ഏത് നേരത്തും ആ തെറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവന്റെ മനസ്സ് പറഞ്ഞു ഇന്നി അഖാഫുള്ള, അള്ളാനെ പേടിയാണെന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ഒരാള് വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, ആ തിന്മയിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ മഹ്ശറിൽ അള്ളാന്റെ തണലോന് കിട്ടും. വറജുലൻ യുൻഫിഖു റജുലൻ സ്വദ്ദഖ, ഒരു ഒരാള്, ഒരു യുവാവ്, ഒരു വ്യക്തി അവൻ സ്വതക്ക ചെയ്തു. ആ സ്വതക്ക രഹസ്യമായിട്ട്, ആൾക്കാരറിയാതെ, ഫോട്ടോ എടുത്തിട്ടില്ല, പരസ്യം ചെയ്തിട്ടില്ല, ആൾക്കാരെ അറിയിച്ചിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല, വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചിട്ടില്ല, സ്റ്റാറ്റസ് വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവൻ കൊടുത്തത് ആരും അറിയില്ല. വലത്തെ കൈ കൊണ്ട് കൊടുത്ത് ഇടത്തെ കൈ അറിഞ്ഞിട്ടില്ല. അങ്ങനെ സ്വതക്ക കൊടുത്ത ഒരാളുണ്ടെങ്കിൽ അവനും നാളെ മഹ്ശറിന്റെ ചൂടിൽ നിന്ന് തണലിൽ ലഭിക്കും. വറജുലൻ, ഏഴാമത്തെ വ്യക്തി, വറജുലൻ ദക്കറല്ലാഹു ഹാലിയൻ വഫാദത്ത് ഐനാഹു, ഇടക്കിടക്കൊക്കെ ഒറ്റയ്ക്കിരിക്കും. എന്തിന്? ഒറ്റയ്ക്കിരിക്കുന്നത് തോന്നിയാസം കാണാനല്ല, ഒറ്റയ്ക്കിരിക്കുന്നത് കാണാൻ പാടില്ലാത്തത് കാണാനല്ല, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാനല്ല, ഒരു അന്യ പെണ്ണുമായി ചാറ്റ് ചെയ്യാനല്ല, സംസാരിക്കാനല്ല റൂമിലേക്ക് പോയത്, ഭാര്യനെ മറിഞ്ഞു നിന്നത്, മക്കളെ മറിഞ്ഞു നിന്നത്. ഒറ്റയ്ക്കിരുന്നു ചില ചെറുപ്പക്കാര്, ചില ആളുകള്. എന്തിനാണ്? ദക്കറല്ലാഹ്, അള്ളാനെ ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് ഒരാളും കാണാതെ കരഞ്ഞു. ദക്കറല്ലാഹു ഖാലിയൻ വഫാദത്ത് ഐനാഹു, അങ്ങനെ കണ്ണിന്ന് കണ്ണീരിങ്ങനെ വന്നു. ഉണ്ടായിട്ടുണ്ടോ സഹോദരങ്ങൾ ഒരിക്കലെങ്കിലും ഈ വരാൻ പോകുന്ന കഠിനമായ മഹ്ശറയിലെ ചൂടിൽ നിന്ന് തണല് കിട്ടാൻ, ആശ്വാസം കിട്ടാൻ കാരണമാകുന്ന ഈ 7 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? മൂന്നാമത്തെ ചൂട് നരകത്തിന്റെ ചൂട് തന്നെയാണ്. ഞാൻ ഊതി വെച്ച ആയത്ത്, ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹി വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. തബൂക്ക് യുദ്ധത്തിന്റെ സാഹചര്യമാണ്. തബൂക്ക് യുദ്ധത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോ യുദ്ധത്തിലേക്ക് പോകാതെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിരിൽ പോകാതെ പിന്മാറി ഇരുന്നവർ ആ ഇരുത്തത്തിൽ സന്തോഷം കൊണ്ടു. വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിക്കാൻ, പരിശ്രമിക്കാൻ, യുദ്ധം ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല, അവർ വെറുത്തു. വഖാലു, അവർ പറഞ്ഞു, ലാ തൻഫിറു ഫിൽ ഹർരി, യുദ്ധത്തിനൊക്കെ പോകാം, പക്ഷെ ഈ ചൂട് കാലത്ത് പറ്റൂല. ലാ തൻഫിറു ഫിൽ ഹർരി, ഈ ഉഷ്ണകാലത്ത്, ഈ അങ്ങേയറ്റം ചൂടുള്ള ഈ കാലത്ത് മരുഭൂമിയിൽ കൂടെ യുദ്ധത്തിന് പോകെ, ഇറങ്ങി പുറപ്പെടണ്ട. അള്ളാഹു മറുപടി പറയാണ്, കുൽ, പറഞ്ഞു കൊടുക്കുക, നാറു ജഹന്നമ അശദ്ദു ഹർറ, നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ ശക്തമാണ് കേട്ടോ. ലൗ കാനു യഫ്ഖഹൂന, അവർ കാര്യം ഗ്രഹിച്ചിരുന്നെങ്കിൽ. അതുകൊണ്ട് ഫൽയദ്ഹഖൂ ഖലീലാ വൽയബ്കൂ കസീറാ, കുറച്ച് നിങ്ങൾ ചിരിക്കുക, ധാരാളം കരയുക. ജസാഅൻ ബിമാ കാനു യക്സിബൂൻ, അവർ ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട്. നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പറഞ്ഞു. ഖബറിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ 2 കാര്യം പറഞ്ഞു. മഹ്ശറിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ 7 കാര്യം പറഞ്ഞു. നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ 3 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു. അതിലൊന്ന് തൗഹീദ് അംഗീകരിക്കുക. ഫഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അത് അംഗീകരിച്ചു, അതനുസരിച്ച് ജീവിച്ചു, അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ യാതൊരു നിരയും പങ്കു ചേർക്കാതെ ശിർക്ക് ചെയ്യാതെ ജീവിച്ചു മരിച്ചു, അവന് നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷയുണ്ട്. 2, സുജൂദ് വർദ്ധിപ്പിക്കാൻ റസൂൽ പറഞ്ഞു. തഅക്കുലുന്നാറു ബിന ആദം ഇല്ലാ അസറ സുജൂദ് ഹറമല്ലാഹു അലന്നാരി അൻ തഅക്കുല അസറ സുജൂദ്, സുജൂദിന്റെ അടയാളങ്ങളുള്ള ധാരാളം സുജൂദ് ചെയ്ത് അങ്ങനെ സുജൂദിന്റെ അടയാളങ്ങളുമായി വരുന്നവനെ നരകാഗ്നി അവനെ തിന്നുകയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തേത് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക. മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗം വജിഅഹു അനിന്നാരി 70 ഖരീഫാ, നരകത്തിൽ നിന്ന് അവനെ 70ഓളം ദൂരം അവനെ കൊണ്ടുപോകും, നരകത്തിൽ ഒരിക്കലും അവൻ എത്തൂല. സുന്നത്ത് നോമ്പുകൾ ധാരാളമായി അനുഷ്ഠിക്കുന്ന വ്യക്തികൾ നരകത്തിന്റെ ചൂടിൽ രക്ഷപ്പെടാൻ കഴിയും. സഹോദരങ്ങളെ, ഈ വിയർപ്പും ഈ ചൂടും വളരെ വലിയ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഖബറിലെ ചൂടും മഹ്ശറയിലെ ചൂടും നരകത്തിന്റെ ചൂടും ഒന്നോർക്കാൻ, ഈമാനിനെ ക്രമപ്പെടുത്താൻ, പാളിച്ചകളിൽ നിന്ന് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, നന്മകളിൽ മുന്നേറാൻ നമ്മളെ സഹായിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ ശരീരം അത് വിയർപ്പ് കൊണ്ട് ദുർഗന്ധമുണ്ടാക്കുന്ന ശരീരമാണ്. ജീവൻ പോയാൽ എത്രയും പെട്ടെന്ന് ഖബറടക്കണമെന്ന് റസൂൽ പറഞ്ഞു. കാരണം ഭൂമിയിൽ ഏറ്റവും ചീഞ്ഞു നാറുന്നത്, ഏറ്റവും ചീത്തയായ ചൂര് മണം മനുഷ്യന്റെ ശരീരത്തിനാണ്. വിയർപ്പ്, ആ വിയർപ്പിന്റെ നാറ്റം അത് വേറൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്. ചൂടുകാലത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പള്ളികളിൽ വരുമ്പോൾ കുളിച്ച് വൃത്തിയായിട്ടായിരിക്കണം പള്ളിയിൽ വരേണ്ടത്. നല്ലോണം വിയർക്കുന്ന സമയത്ത് ആ വിയർപ്പോടുകൂടി അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് കയറി വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഈ ചൂടുകാലത്ത് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. എങ്ങനെയുള്ള വെള്ളമാണ് കുടിക്കേണ്ടത്, ഏതു തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ വെറും കേൾവി മാത്രമാകാതെ അത് പാലിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ ജീവജാലങ്ങൾ, പറവകൾ, ജന്തുക്കൾ ഇതൊക്കെ ഉണ്ട്. അവക്കൊക്കെ വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ കുടിക്കാൻ വെള്ളം എടുത്തു വെക്കുന്ന പോലെ പുറത്ത് പറവകൾക്ക്, പക്ഷികൾക്കൊക്കെ കുടിക്കാൻ ആവശ്യമായ വെള്ളം എടുത്തു വെക്കുക. നമ്മളെ കിണറിൽ വെള്ളമുണ്ടെങ്കിൽ, അയൽവക്കത്തെ കിണറിൽ വെള്ളമില്ലെങ്കിൽ നമ്മളെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി അവരോട് പറയുക, അവർക്കതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. കിണർ എടുത്തു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ, കിണറില്ലാത്തവർക്ക് കിണർ കുഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ഈ സമയത്ത് വരേണ്ട ചിന്തകളാണ്. ജാരിയായ സ്വതക്കയായിരിക്കും അത് എന്ന് ഓർമ്മപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ചെറുകളിൽ നിന്നും നമ്മളെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചെറിയ പിഞ്ചു മക്കളുണ്ട്, തണുക്കാനും തണുപ്പിക്കാനുമുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ കുടിലുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, വൃദ്ധരായ ആളുകളുണ്ട്, രോഗികളുണ്ട്. സഹോദരങ്ങളെ, ഏത് AC ഉള്ള റൂമിലാണെങ്കിൽ പോലും ഒരു രോഗിക്ക് വാട്ടർ ബെഡും എയർ ബെഡും നമ്മൾ കൊടുക്കുന്ന ശരീരം പൊട്ടാതിരിക്കാനാണ്. ശരീരത്തിനൊരു ചൂടുണ്ട്. നമ്മൾ കുറച്ചു നേരം അധികമായി നമ്മൾ കിടന്നാൽ നമ്മുടെ ശരീരം അവിടെ ചൂട് കൊണ്ട് പൊട്ടിപ്പോകും. അങ്ങനെ വാട്ടർ ബെഡുകളിലും എയർ ബെഡുകളിലും കിടക്കുന്ന മാറാ രോഗികളുണ്ട്. ഈ ചൂടുകാലത്ത് സഹിക്കാൻ കഴിയാത്ത മുറിവിന്റെ വേദനയും ആ മുറിവിലുണ്ടാകുന്ന ചൂടിന്റെ വേദനയും വിയർപ്പിന്റെ വേദനയും ഒക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകട്ടെ, സമാധാനം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകാതെ നല്ല മഴ നൽകി നമ്മുടെ നാടിനെ ധന്യമാക്കുമാറാവട്ടെ. അല്ലാഹുവിനോട് എല്ലാവരും ആത്മാർത്ഥമായി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ മാത്രമല്ല, നമുക്ക് ആശ്വാസം ഉണ്ടാകും. ഒരു ഫാനുണ്ട്, AC ഉണ്ട്, അതൊക്കെ നമ്മൾ ഓഫാകുമ്പോൾ നമുക്ക് വരുന്ന ദേഷ്യത്രയാണ്. എങ്കിൽ ദിവസങ്ങളോളം ഇതൊന്നുമില്ലാതെ കിടക്കണ നൂറുകണക്കിന് മനുഷ്യന്മാർ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പ്രദാനം ചെയ്യുമാറാവട്ടെ. വെയിലിന്റെ ചൂടിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം സൂര്യാഘാതമായിട്ട് ഒരു മരണം നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെയും നാട്ടുകാരെയും നമ്മളെയും നമ്മുടെ മക്കളെയും പ്രായമായ മാതാപിതാക്കളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കടലിന്റെ ചൂട് വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്ക്. ആ കടലിന്റെ ചൂട് വർദ്ധിക്കുന്നത് കൊണ്ട് കരയിലേക്കും ചൂട് വർദ്ധിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. കടലിൽ ജോലിക്ക് വേണ്ടി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. മഈശത്തിന്റെ മാർഗത്തിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഴ തടയുമെന്ന് അല്ലാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില തിന്മകൾ നാട്ടിൽ വ്യാപിച്ചാൽ മഴ തടയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരം തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഈമാൻ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത ആളുകൾക്ക് അവിടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മഈശത്തിന്റെ മാർഗത്തിൽ ഒരു ദൂര യാത്ര പുറപ്പെട്ടു പോയതാണ്. അദ്ദേഹം നമ്മളെ പള്ളിയെയും ഒക്കെ സഹായിക്കുന്ന വ്യക്തിയാണ്. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ യാത്ര എളുപ്പമാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മഈശത്തിന്റെ മാർഗത്തിൽ നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാക്കളിൽ ഒരാളായ കോഴിച്ചേനയിലെ ബഹുമാനനായ അലവിക്കുട്ടി സാഹിബിന്റെ 26 വയസ്സുള്ള മകൾ ഹൈദരാബാദിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. 26 വയസ്സുള്ള മകൾ ഇന്നലെ ഉച്ചയ്ക്ക് പെട്ടെന്ന് മരണപ്പെട്ടു.
അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവിടെ കബടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. 4 മണിക്കാണ് ഇവിടെ ജനാസ നമസ്കാരം പെരുമണിൽ നടക്കുന്നത്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുടുംബത്തിന് സമാധാനം പ്രദാനം ചെയ്യട്ടെ, ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെയും നമ്മയും അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഉം മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا نافعا غير ضار، نافعا غير ضار، عاجلا غير آجل، عاجلا غير عاجل. اللهم أغثنا، اللهم أغثنا، اللهم أغثنا، اللهم أنزل علينا الماء، اللهم أنزل علينا الماء، اللهم أنزل علينا الماء. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.